ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വേനൽക്കാലത്ത് ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന ശീതളപാനീയങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും. ശരീരം തണുപ്പിക്കുന്നതിനൊപ്പം ക്ഷീണവും ദാഹവും ഒക്കെ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പോഷകസമ്പന്നമായിട്ടുള്ള പൊട്ടുവെള്ളരി. പൊട്ടുവെള്ളരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. പൊട്ടുവെള്ളരി ജ്യൂസ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊട്ടുവെള്ളരി ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലി കളഞ്ഞ് എടുക്കുക. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ പൊട്ടുവെള്ളരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട പോലും വരില്ല, കാരണം നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അതങ്ങ് ഉടഞ്ഞു പോകും, അത്ര നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ സീഡ്സ് നമുക്ക് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. അതായത് ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഭാഗം അത് ഫുള്ളായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കളയേണ്ട കാര്യമില്ല, നമുക്കിത് ഈ ഒരു ജ്യൂസിലേക്ക് ആവശ്യമുള്ള ഭാഗം തന്നെയാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓറഞ്ച് പോർഷൻ, അതായത് അതിൻ്റെ സീഡ്സിൻ്റെ ഭാഗം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, അല്ലാത്ത ഭാഗം നമ്മൾ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഉടച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സീഡ്സ് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചിലരത് കളയും, നമുക്ക് കളയേണ്ട കാര്യമില്ല. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അത്രയും പോർഷൻ കൂടി നമുക്ക് കളയേണ്ട കാര്യമില്ല, കാരണം ആ ഒരു ഓറഞ്ചിൻ്റെ കുറച്ച് പോർഷൻ നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ സീഡ്സ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിലായിരിക്കും നമുക്ക് കിട്ടുക. ഒരുപാട് കുഴയേണ്ട, കുറച്ചൊക്കെ കടിക്കാൻ കിട്ടണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉടയ്ക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതാ നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ, അതായത് തിക്നെസ്സൊക്കെ എന്തോരം വേണമെന്നൊക്കെ ഉള്ളത് അതൊക്കെ നമ്മുടെ ഇഷ്ടമുണ്ടോ. കുറച്ച് തിക്കായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ചേർത്ത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മധുരത്തിനായിട്ട് തേനാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മുടെ പൊട്ടുവെള്ളരി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതും കൂടെ നമ്മൾ ഒരു 3-4 സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ആ ഒരു പാലില്ലേ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ചേർത്ത് കഴിയുമ്പം ഒരു എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ വ്യത്യസ്തപ്പെടുത്തി നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കയും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. എനിക്കെന്തായാലും ഏലക്കയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും നമുക്ക് ഇതിൻ്റെ ഫ്ലേവറുകളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തപ്പെടുത്തിയെടുക്കാം. ചിലർ ഇതിലേക്ക് ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ്, അതുപോലെ തന്നെ കപ്പലണ്ടി, ഇതൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പൊട്ടുവെള്ളരി ജ്യൂസ് തയ്യാറാക്കും. അതായത് നമ്മുടെ ടേസ്റ്റും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്ക് പല രീതിയിൽ നമുക്കിതൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കല്ലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസ് ആയിട്ടൂടെ നമ്മളെന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.